തൃപ്തിയായല്ലോ. എടോ പോടോ പെട്ടെന്ന്. എന്തിനാണ് നീ വന്നത്? എന്തിനാണ് വന്നതെന്ന് പറയാൻ. എടോ പോടോ. എന്തിനാ അവനോട് വന്നത്? ഇതുപോലെ ഞാൻ അറിയാതെ അവനോട് വിളിച്ചു വരുത്തുന്നുണ്ടോ? ഇല്ല ദേവേ, അയാളെ ഞങ്ങൾ ആട്ടിപ്പായിക്കായിരുന്നു. എന്തിനാ അവനോട് വന്നത്? ആരെ കാണാനാ? അവനെ അറിയാലോ. അവൻ എന്നോടും ഇവന്റെ മുത്തശ്ശനോട് ചെയ്തതൊക്കെ എല്ലാവരും മോളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ റാസ്കൽ വന്നു കഴിഞ്ഞാ മുഖം കൊടുക്കാനോ അവനോട് സംസാരിക്കാനോ നിൽക്കരുത്. അതെന്നെ കൊല്ലുന്നതിന് തുല്യ. മോള് വാ. നിങ്ങളുടെ ഭാഗത്ത് ന്യായങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ നല്ലവനായിരിക്കും, അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് ദേവദാന്ത കുടുംബമായിട്ട് ജീവിക്കുന്ന സ്ത്രീയാ. അവരുടെ ഭർത്താവിന് ഈ കഥകളൊന്നും അറിയില്ല. ആ നിലയ്ക്ക് നിങ്ങൾ ഈ കാണിക്കുന്നത് ദൈവത്തിന് പോലും നിരക്കാത്ത കാര്യങ്ങളല്ലേ? അതിന് കണ്ണ ഞാൻ ദേവയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നില്ലല്ലോ. മുഖത്ത് നോക്കി കള്ളം പറയുന്നോ? നിങ്ങൾ അവിടെ പോയിട്ടില്ലേ? എന്തിനാ അങ്ങനെ പോയത്? ഞാൻ എന്റെ മകളെ കാണാനാ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നത്. അതിന് അരുണിന്റെ അപ്പച്ചിയുടെയോ അരുണിന്റെയോ വീട്ടിലോട്ടല്ല പോകേണ്ടത്. നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ആ കുട്ടി എവിടെയാണോ അവിടേക്കാണ് നിങ്ങൾ കയറി ചെല്ലേണ്ടത്. മഞ്ജുവിന്റെ മകളാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ച പോലെയല്ല ഇപ്പൊ കാര്യങ്ങൾ. കാർത്തൂന്റെ മകളാണെന്ന് ഞാൻ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കത് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? അതിന് തക്ക എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്? തെളിവെന്താണെന്ന് ചോദിച്ചാൽ കാർത്തൂന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. മകളടുത്തെത്തുമ്പോ ഒരു അച്ഛനുണ്ടാകുന്ന ആനന്ദം. മഞ്ജുവിനെ മകളായി കരുതിയിരുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് കാർത്തു വന്നിട്ടുണ്ടല്ലോ. ആ സമയത്തൊന്നും ഈ പറഞ്ഞ ആളല്ലായിരുന്നോ? ആ സമയത്ത് കാർത്തൂനെ ഞാൻ അധികം കണ്ടിട്ടില്ല. എങ്കിലും കണ്ടിട്ടുണ്ടല്ലോ. കാർത്തൂനെ കൊടുങ്കാട്ടിൽ നിന്നാണ് നിങ്ങൾ കിട്ടിയത്. എന്നാ അത് നിങ്ങളുടെ സ്വന്തം അനിയത്തിയാണെന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞു. കാർത്തു അനാഥയാണെന്ന് എന്നെ അറിയിക്കാതിരിക്കാൻ നിങ്ങൾ പരമാവധി നോക്കി. എന്നിട്ടും അറിയേണ്ട സത്യം ഞാൻ തിരിച്ചറിയുമായിരുന്നു. എന്തിനാ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? എന്റെ ശ്രദ്ധ തിരിക്കാൻ. അതിന്റെ അർത്ഥം എന്റെ സംശയത്തിൽ സത്യമുണ്ടെന്ന് തന്നെയാ. സത്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഇപ്പൊ ഞാൻ വ്യക്തമായിട്ട് പറയാ, ദയവ് ചെയ്ത് നിങ്ങൾ അരുണിന്റെ അപ്പച്ചി ഒരു കൊലപാതകയാക്കരുത്. ഇന്ന് അരുൺ തടസ്സം നിന്നില്ലായിരുന്നെങ്കിൽ ആ വീടിന്റെ മുറ്റത്ത് നിങ്ങളിപ്പം മരിച്ചു വീണാനെ. നിങ്ങൾ മരിക്കുന്നതിനകത്ത് വലിയ സങ്കടം ആർക്കുമില്ല. എന്നാൽ നിരപരാധിയായ അരുണിന്റെ അപ്പച്ചി കൊലപാതകയാവുന്നതിലും ജയിൽ പുള്ളിയാവുന്നതിലും ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കെങ്കിലും ദണ്ഡമുണ്ട്. എന്നെ ദേവ കൊല്ലുന്ന ഈ കൊന്നോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഈ അരച്ചിൽ തുടരും. കാർത്തു എന്റെ മകളാണെന്ന് ഉറപ്പിക്കുന്നത് വരെ. നിങ്ങൾക്കൊരു കുഞ്ഞിനെ ലാളിക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ അനിയന്റെ ഭാര്യ പ്രസവിച്ചു വിജിത. അവളെന്റെ അനിയന്റെ ഭാര്യയാണോ? ഇപ്പൊ അവന്റെ ഭാര്യയാ. അവര് ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ ഒന്നിച്ചു താമസിക്കുക. പോയി ആ കുഞ്ഞിനെ ലാളിക്കേ. കാർത്തു വെച്ച് വിളിച്ചിരുന്നു. അയാൾ അവിടെ വന്നു അല്ലേ? അവനെ കൊല്ലാൻ ഒരു തോക്ക് എന്റെ കൈവശമുണ്ട് ഇപ്പോഴും. പക്ഷേ അതെടുക്കാൻ അരുൺ സമ്മതിച്ചില്ല. പണ്ടെങ്ങോ നടന്നൊരു സംഭവത്തിന്റെ പേര് അയാളെ കൊല്ലേണ്ട കാര്യമുണ്ടോ അമ്മ? അയാൾ അയാളുടെ പാട് നോക്കി പോട്ടെ. അവനങ്ങനെ പോകുന്നില്ലല്ലോ. ആദ്യം മഞ്ജുവിന്റെ അരികിലേക്ക്, ഇപ്പൊ കാർത്തുവിന്റെ. എന്തിനങ്ങനെ പോകുന്നത്? അവരെയൊക്കെ അവൻ കാണേണ്ട കാര്യം എന്താ? ഇനിയിപ്പോ മഞ്ജുവിനെയും കാർത്തുവിനെയൊക്കെ എന്നിൽ നിന്ന് അകറ്റണം. എന്നിട്ട് വീണ്ടും എന്റെ കണ്ണീര് കാണണം. അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ അവൻ. ഞാൻ ആ കണ്ണനോട് പറഞ്ഞതാ അവനെ ഒന്ന് കൊന്നു തരണമെന്ന്. ഇനിയിപ്പോ അയാളത് ചെയ്യാത്തോണ്ട്
കൊട്ടേഷൻ മറ്റാർക്കെങ്കിലും കൊടുക്കണം. ഒരു കൊലയാളിയെ പോലെ ചിന്തിക്കാൻ മാത്രം താനും ജീവനും തമ്മിൽ എന്താ പ്രശ്നം? സത്യത്തിൽ ആരായി ജീവൻ? തനിക്ക് അയാളോടുള്ള ദേഷ്യത്തെപ്പറ്റി മഞ്ജു അനന്തവും ഒരുപാട് തവണ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അറിഞ്ഞതിനപ്പുറം എന്തെങ്കിലും കഥകൾ താനും അയാളും തമ്മിലുണ്ടോ? അവനൊരു ഫ്രോഡാണ്. അവനുമായിട്ട് പെൺകുട്ടികൾ അടുക്കുന്ന അത്ര നല്ലതല്ല. തനിക്ക് അയാളിൽ നിന്നും എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കല്ല, എന്റെ ഫ്രണ്ടിനെ കൊല്ലാതെ കൊന്നവനവൻ. ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ ആ ഫ്രണ്ടിനില്ലാത്ത ദേഷ്യം തനിക്ക് അയാളോട് വേണോ? സ്വാമി സാറ് വ്യക്തമായ ഭാഷയിൽ അരുണിന്റെ അപ്പച്ചിയോട് സംസാരിക്കണം. ഞാനത് പറയാത്തതുകൊണ്ടാണോ? നാഴികയ്ക്ക് 40 വട്ടം ഞാൻ പറയുന്നുണ്ട്, വീടിനകത്ത് ജീവനെ കുറിച്ചുള്ള സംസാരം പാടില്ലെന്ന്. ശരത്ത് മാത്രമല്ലല്ലോ, അമ്മയെ സ്നേഹിക്കുന്ന മാളുവും ദേവയുടെ കഴിഞ്ഞ കാലം പറഞ്ഞാൽ അവളുടെ സ്വഭാവത്തിന് മാറ്റം വരില്ലേ? നീ എന്തിനാരുടെ അത് സാറിൽ നിന്ന് മറച്ചു വെക്കുന്നത്? അങ്ങ് പറഞ്ഞൂടെ? എന്താ രണ്ടാളും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? എല്ലാം അറിഞ്ഞിട്ടാ മുത്തശ്ശ മാളു അപ്പച്ചിയും കാർത്തൂനൊക്കെ സ്നേഹിക്കുന്നത്. എന്ന് വെച്ചാ ഇപ്പോ വീട്ടിലെ സംസാര ശരത്തങ്കളിന് സംശയം ഉണ്ടാക്കിയ പോലെ മാളുവിന് നേരത്തെ സംശയം ഉണ്ടായി. അവള് അതിന്റെ കാരണങ്ങൾ തേടി സഞ്ചരിച്ചു. അതിന്റെ ഭാഗമായിട്ട് അപ്പച്ചിയുടെയും മുത്തശ്ശനൊക്കെ സംസാരം അറിഞ്ഞെന്ന് കേട്ടു. അവിടെ അവൾക്ക് മനസ്സിലായി കാർത്തു അവളുടെ സ്വന്തം ചേച്ചിയെന്നും മഞ്ജു എടുത്തി അനാഥയാണെന്നൊക്കെ. എല്ലാം അറിഞ്ഞു വെച്ചിട്ടാ മാളു കാർത്തൂനെ സ്നേഹിച്ചു തുടങ്ങിയത്. അതുകൊണ്ടാ കാർത്തൂനെ അപകടപ്പെടുത്താൻ പലഹാരവുമായി വന്ന മഞ്ജുവിന്റെയും ആനന്ദുവിന്റെയും ചതി മനസ്സിലാക്കിയിട്ട് അവിടേക്ക് മാളു ഓടിയെത്തിയത്. പിന്നീട് അതേ പലഹാരം മഞ്ജുവിന് കൊടുക്കാനുള്ള കാരണം അത് തന്നെയാണ്. മാളുവിന് സ്വന്തം ചേച്ചിയെ വേണം. അനാഥയായ ചേച്ചിയോടാണ് മാളുവിന് ദേഷ്യത്രയും. അതുകൊണ്ടല്ലേ മുത്തശ്ശ കരള് ദാനമായി കൊടുത്തിട്ട് പോലും കാർത്തൂനോട് സ്നേഹമില്ലാതിരുന്ന മാളു പിന്നീട് കാർത്തൂനെ ജീവനായിട്ട് കരുതിയത്. എന്തോ സംഭവിച്ചെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോ ചേച്ചിയെ തിരിച്ചറിഞ്ഞിട്ടാണ് അനിയത്തി ചേച്ചിക്ക് വേണ്ടി ഇങ്ങനെ മുറവിളി കൂട്ടുന്നത്. ചേച്ചിക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പൊ അമ്മയോടും മാളുവിന് സഹതാപവും സ്നേഹവും ഒക്കെ ഉണ്ട്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്കൊരു തെറ്റ് പറ്റിയെന്ന് അറിഞ്ഞിട്ടും അമ്മയെ വെറുക്കാത്ത മോളാ സാറിന്റെ കൊച്ചുമോള്. അതല്ലെങ്കിലും കാർത്തൂന്റെ ചോരയല്ലേ, അപ്പൊ പിന്നെ ഒരുപാട് താഴേക്ക് പോകാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പോ തന്നെ മാളുമോളെ ഒന്ന് കാണണം. മോളെ മാത്രമല്ല, സാറ് അമ്മയും കാണണം. സാറിന്റെയും അരുണിന്റെ അപ്പച്ചിയുടെയൊക്കെ സംസാരം കേട്ടിട്ടാ മാളു ഓരോന്ന് തിരിച്ചറിഞ്ഞത്. അത് സംശയം ഉള്ളിൽ കിടന്നോണ്ടാ. അതുപോലെ തന്നെ ഇപ്പൊ സംശയിച്ചു തുടങ്ങിയിരിക്കുക മാളുവിന്റെ അച്ഛനും. അങ്ങനെ വന്നാ ഇനി അവിടെ നടക്കുന്ന സംസാരമൊക്കെ അദ്ദേഹവും ശ്രദ്ധിക്കും. മോള് സത്യങ്ങൾ അറിഞ്ഞപ്പോ അമ്മയെ അടക്കി പിടിക്കുക ചെയ്തത്. അതുപോലെ ആകണമെന്നില്ല അച്ഛൻ. അതുകൊണ്ട് സാറിന്റെ മോളെ തിരുത്തണം. ശരി. ഞാൻ ആരാന്ന് മോക്കറിയോ? ഞാൻ വന്നില്ലെങ്കിലും ഞാനോട്ട് രക്തബന്ധമുള്ള ഒരാള് മിക്കപ്പോഴും കാർത്തൂനെ കാണും. അതാരാ? ദീപൻ. ദീപേട്ടൻ ഡോക്ടറുടെ ആരാ? എന്റെ അനിയൻ. അനിയനോ? അതെ, എന്റെ സ്വന്തം അനിയനാണ് ദീപൻ. അയ്യോ, അതാരും എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറയാത്തതായി പലതും ഉണ്ട് മോളെ. പക്ഷെ ദീപൻ പറഞ്ഞ് കാർത്തൂനെ കുറിച്ച് എനിക്കറിയാം. ഈ ലോകത്ത് കാർത്തൂനെ പോലൊരു നല്ല പെൺകുട്ടി ഇല്ലെന്നാ അവൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാ എനിക്ക് മോളോട് ഇത്രയും സ്നേഹം. ഞാനെന്നും എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ വിഷ ഉള്ളിൽ വെച്ച് ചിലരൊക്കെ നമ്മൾ അടുത്തേക്ക് വരും. അത് ചിലപ്പോൾ സുഹൃത്തുക്കളാവാം,
ബന്ധുക്കളാവാം. അങ്ങനെ ചിലരുണ്ടാക്കിയ തെറ്റിദ്ധാരണ മൂലമാണ് ഞാനിന്നും അരുണിന്റെ അപ്പച്ചിയുമായി ഇത്രയും അകന്നു കഴിയുന്നത്. ഞാൻ ഒരിക്കലും കരുതിയില്ല ഡോക്ടർ ദീപേട്ടന്റെ ഏട്ടനാണെന്ന്. ആ, അതിനെ അരുണിന്റെ അപ്പച്ചി അറിയണ്ട. അറിഞ്ഞ അവനെ അവര് വെറുക്കും. ദീപേട്ടന്റെ ഏട്ടനെ തെറ്റ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. പിന്നെ സാറിന്റെ അപ്പച്ചിയും മുത്തച്ഛനൊക്കെ പറയുന്നതോ? അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഒരു സമയത്ത് അരുണിന്റെ അപ്പച്ചിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഞാൻ. അത്രയ്ക്ക് അടുപ്പമായിരുന്നു എനിക്ക് ദേവയുമായിട്ട്. പിന്നീട് സാമ്പത്തിക ഇടപാടിൽ തെറ്റിയല്ലേ? അതുപോലെ അപ്പച്ചിയുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരിയെ ഡോക്ടർ ചതിക്കുകയും ചെയ്തു അല്ലേ? അങ്ങനെയൊക്കെയാണോ മോളോട് ദേവ പറഞ്ഞിരിക്കുന്നത്? അതിനപ്പുറം പറഞ്ഞിട്ടുണ്ട്. മോളിപ്പോ ദീപന്റെ അനിയനാണെന്നറിഞ്ഞില്ലേ? അതുപോലെ പല സത്യങ്ങളും അറിയാനുണ്ട്. എന്നാ അതൊന്നും മോളോടോ എന്നെ വെറുക്കുന്നവരോടോ പറയാൻ എനിക്ക് കഴിയില്ല. ഞാനിപ്പോ നാഗദൈവങ്ങളോട് പറഞ്ഞത് മോളെ ഇടയ്ക്കെങ്കിലും ഒന്ന് കാണാൻ കഴിയണേന്നാ. ഇന്നലെ മോളുടെ വീട്ടിൽ വെച്ച് നടന്ന സംഭവം കാരണം ഇനി കാണാൻ കഴിയുമെന്ന് തന്നെ എനിക്ക് സംശയമായിരുന്നു. അതുകൊണ്ടാ അങ്ങനെ പ്രാർത്ഥിച്ചത്. എന്റെ വിളി ദൈവങ്ങൾ കേട്ടു. ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ മോളെ കണ്ടല്ലോ. എന്റെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ടാ ദൈവങ്ങൾ എനിക്കൊപ്പം നിൽക്കുന്നത്. ഞാനിപ്പോ ഒരു യാത്രയിലാണ് മോളെ. ആ യാത്രയുടെ അവസാനം ഞാൻ കണ്ടെത്തേണ്ട സത്യം കണ്ടെത്തിയിരിക്കും. അത് എന്റെ സംശയങ്ങൾ മാറ്റിയാൽ ഞാൻ വീണ്ടും മോളുടെ അടുത്തേക്ക് വരും. നമ്മൾ തമ്മിൽ കാണും. വീട്ടില് വന്നപ്പോ അരുൺ സാർ ഉണ്ടായിരുന്നതുകൊണ്ടാ അപ്പച്ചി കൂടുതൽ ദേഷ്യപ്പെടാതിരുന്നത്. ദേഷ്യപ്പെടുകയോ എന്നെ കൊല്ലുകയോ ചെയ്യട്ടെ. ഞാൻ എന്തെങ്കിലും ദ്രോഹം അവർക്കിപ്പോ ചെയ്യുന്നുണ്ടോ? മഞ്ജുവിന്റെ സ്വഭാവം എനിക്കറിയാം. കാർത്തൂനെ സ്നേഹിക്കുന്ന ദേവയോട് മഞ്ജുവിന് വെറുപ്പാണ്. കാർത്തൂനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്നിട്ട് ആ മഞ്ജുവിനോട് പോലും ഞാനും ദേവയും തമ്മിലുള്ള ക്ലാഷിനെ പറ്റി പറഞ്ഞിട്ടില്ല. കാർത്തു കേട്ടതിനപ്പുറം സത്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്നിട്ടും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ദേവയുടെ കുടുംബം തകർക്കാൻ നടക്കുന്ന ഒരുത്തനല്ല ഞാൻ. ദേവ സ്നേഹിക്കുന്നവരെ എന്നിലേക്ക് അടുപ്പിക്കാൻ നടക്കുന്നവനുമല്ല. പക്ഷെ നിങ്ങളെയൊക്കെ പോലെ ഒരു മനസ്സ് എനിക്കുമുണ്ട്. അതുകൊണ്ടാ ഞാൻ പിന്നാലെ അലയുന്നത്. മഞ്ജു എടുത്തിയെ പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഡോക്ടറെ ഇതുവരെ അവര് പോയി കണ്ടിട്ടില്ല. ആദ്യം മഞ്ജു നോർമൽ ആവട്ടെ, എന്നിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റൂ. അവിടെ പോയിട്ട് വരുമ്പോഴൊക്കെ മനസ്സിനകത്ത് വല്ലാത്തൊരു ഭാരമാ. മോള് വിഷമിക്കണ്ട. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിക്കാം. അതിന് അവര് പ്രതിഫലവും തരണ്ട. പക്ഷേ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ കാർത്തു മുഖം തിരിച്ച് പോകാതിരുന്നാ മാത്രം മതി. ശരി. ആ മോളെ, എനിക്ക് മക്കളില്ല. വലിയൊരു ഗൈനക്കോളജിസ്റ്റാ. പക്ഷേ അങ്ങനൊരു ഭാഗ്യം ദൈവം തന്നില്ല. ഞാനിപ്പോ എന്റെ മോളായി കാണുന്നത് കാർത്തൂനെ. കാർത്തൂന് അച്ഛനും അമ്മയും ഇല്ലല്ലോ. അതുകൊണ്ട് എന്നെ അച്ഛന്റെ സ്ഥാനത്ത് കാണണം കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തേ പറ്റൂ. ഇപ്പൊ തന്റെ അടുത്തുള്ളതിനേക്കാളും ദേഷ്യം എന്നോട് കാണും അപ്പച്ചിക്ക്. ഡോക്ടർ ജീവന്റെ അനിയനാണ് ദീപൻ എന്ന് അറിഞ്ഞിട്ടും ഞാൻ അവനെ സുഹൃത്തായിട്ട് കൊണ്ടു നടന്നില്ലേ? അതൊന്നും അപ്പച്ചിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഞാനും അമ്മയൊക്കെ മാറിയും തിരിഞ്ഞ് തന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക ആ ഡോക്ടർ ജീവൻ എന്ന് അകന്നു നിൽക്കണമെന്ന്. എന്നിട്ട് താൻ അത് കേൾക്കാതെ മുന്നോട്ട് പോകുമ്പോ ഒരു കാര്യം ഓർക്കണം. ഏത് നിമിഷവും നമ്മൾ ഭയക്കുന്നത് സംഭവിച്ചെന്ന് വരാം. ആ ഡോക്ടർ ജീവന്റെ മരണം. സാർ എന്തൊക്കെയായി പറയുന്നേ? അതേ കാർത്തു, അപ്പച്ചി അയാളെ കൊല്ലും. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു പ്രശ്നവും അപ്പച്ചിയെ ബാധിക്കില്ല. അത്രയ്ക്ക് അപ്പച്ചി അയാളുടെ മരണം ആഗ്രഹിക്കുന്നുണ്ട്.
4-5 പശുക്കളെ കൂടി വാങ്ങിക്കാം. അതിനുള്ള പൈസ ഉണ്ട് ഇപ്പോ. അതിന്റെ വരുമാനം നീ എടുത്തോ ദീപ. ഇനി അങ്ങോട്ട് ചെലവ് കൂടും. പിന്നെ തട്ടുകടയെന്നുള്ള വരുമാനത്തിന്റെ ഒരു പങ്ക് നിനക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പം വീടും പറമ്പും ഒന്നും സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പൈസ സ്വരുക്കൂട്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതൊക്കെ നിങ്ങളെ കടപ്പെട്ട് തിരികെ വാങ്ങി തന്നില്ലേ? ഇപ്പൊ അതൊന്നുമല്ല കണ്ണേട്ട പ്രശ്നം. പിന്നെന്തുവാ? കാർത്തു വന്നിട്ട് ദീപേട്ടൻ എന്റെ ചേട്ടനാണോന്ന് ചോദിച്ചു. അതെങ്ങനെ മോളറിഞ്ഞു? നാഗക്ഷേത്രത്തിൽ വെച്ച് എന്റെ ഏട്ടനായിട്ട് കണ്ടുമുട്ടി. അപ്പൊ ഏട്ടൻ പറഞ്ഞതാ. അയാളെ കൊണ്ട് തോറ്റലോടാ. ഇയാള് രഹസ്യങ്ങൾ ഓരോന്നായിട്ട് വെളിപ്പെടുത്തുകയാണോ? അരുണ്ട പച്ചയാണല്ലോ. എല്ലാവരും എന്നോടൊന്നും പറയാതെ എന്നെ പൊട്ടിയാക്കുവാ. എന്താ പറ്റിയ? കണ്ണിന് തറവാട് വാങ്ങി തരണമെന്ന് ഞാനും എന്റെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. അതിന് നിങ്ങൾക്ക് അർഹതയുണ്ടെന്ന് തോന്നിയിരുന്നു. എന്നാൽ ഇവന്റെ പെണ്ണിന്റെ കയ്യിൽ നിന്നും ആ തറവാട് വാങ്ങിയതിൽ എനിക്കിപ്പോ കുറ്റബോധമുണ്ട് കണ്ണ. അന്നിവൻ വലിയ പുണ്യാളനായി. തറവാടും പറമ്പൊക്കെ വിറ്റ് കിട്ടുന്ന പണമൊന്നും വേണ്ട, വെറുതെ തറവാട് കണ്ണന് തരാന്നൊക്കെ പറഞ്ഞത്. അതും മതിയായിരുന്നു ഇപ്പൊ തോന്നുക. എടാ, ആറ്റിലൊഴുക്കി കളഞ്ഞാലും നിന്നെ പോലുള്ളവനൊന്നും പണം തന്ന് സഹായിക്കാൻ പാടില്ല. അല്ല, ഇപ്പൊ എന്താ അരുണ്ടെ പറ്റി പറ്റിയത്? ഇനി എന്തു പറ്റാനാ? ഇവൻ ആരാ കണ്ണ? ആരാന്ന്? അത് പിന്നെ എന്തിനാ പതറുന്നത്? ഞാൻ അറിയേണ്ടതൊക്കെ അറിഞ്ഞു. ഇനിയൊന്നും ഒളിച്ചു വെക്കണ്ട. വൃത്തികെട്ട ഒരുത്തന്റെ അനിയനവൻ. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരുത്തന്റെ അനിയൻ. അതുകൊണ്ട് തന്നെ ദീപൻ ഡോക്ടർ ജീവന്റെ അനിയനാണെന്ന് ഞങ്ങൾ ആരും പറയാറുന്നത്. ഇവനെ ഇവന്റെ ഏട്ടനുമായിട്ട് താരതമ്യപ്പെടുത്തണ്ട. ഇവൻ നല്ലവനാ. അതിലും നല്ലവനായിട്ട് ഇവന്റെ ഏട്ടനെ ഞങ്ങൾക്കൊക്കെ ഒരിക്കൽ തോന്നിയിരുന്നു. അങ്ങനെയാ വലിയൊരു ചതി പറ്റിയത്. എനിക്ക് തന്ന പണം അതെവിടെ ബാങ്കിൽ കിടപ്പുണ്ട്. അതെപ്പോ വേണമെങ്കിലും അരുൺ സാറിന്റെ അപ്പച്ചിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നേക്കാം. ഞാൻ ഒരിക്കലും പണം മോഹിച്ചിട്ടല്ല കണ്ണേട്ടിന് തറവാട് കൊടുക്കണമെന്ന് വിജിത്തോട് പറഞ്ഞത്. ഏതായാലും പണം മഞ്ജുവിനെ മകളാണെന്ന് തെറ്റിദ്ധരിച്ചു. എന്നാ അതുപോലെയല്ല ഇത്. ഇവിടെ എന്റെ കണക്കൂടുതൽ പിഴക്കില്ല. ഞാനൊരു ദിവസം ആത്മവിശ്വാസത്തോടെ തല ഉയർത്തിപ്പിടിച്ച് തന്റെ അടുത്ത് വരും. എന്നിട്ട് വ്യക്തമായ തെളിവ് സഹിതം ഞാൻ പറയും കാർത്തുന്റെ മകളാണെന്ന്. എന്നിട്ട് പോരെ ഇനി ഈ നാട്ടിലേക്ക് വരുന്നത്? കാർത്തുന്റെ പിന്നാലെയുള്ള ഈ നടത്തം അത് കഴിഞ്ഞിട്ട് പോരെ? തനിക്കറിയാലോ ഇപ്പൊ തന്നെ കാർത്തുന്റെ മകളാണോ അല്ലയോ എന്ന്. പിന്നെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്തൊരു ഒരുക്കായിരുന്നു മഞ്ജു ഇത്. നീ ഇപ്പൊ സമനില തെറ്റിയ പെൺകുട്ടിയാ. ഒരുപാട് ഒരുക്കൊന്നും വേണ്ട. ഒരുപാടൊന്നും ഒരുങ്ങിയിട്ടില്ല. ഇതേ അനന്തുവേട്ടൻ എന്നെ ഒരുക്കിയതാണെന്നങ്ങ് പറഞ്ഞാ മതി. ഇന്നവിടെ താമസിക്കുന്നൊന്നുമില്ലല്ലോ? ഇല്ല, ഇതൊരു തുടക്കം മാത്രം. ഇനി ഇതുപോലെ
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോവും. പിന്നെ അവിടെ താമസം തുടങ്ങും, അവളെ ഭ്രാന്തിയാക്കുന്നത് വരെ. ആ, എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് പോലെ വന്നാ മതിയായിരുന്നു. എന്റെ അച്ഛൻ പോലും വീട്ടിൽ നിന്ന് പോയി. എന്താ പോവാൻ കാരണം? അമ്മയും മടുത്തിട്ട് തന്നെയാ. അച്ഛന് പോലും ദഹിച്ചിട്ടില്ല കോടികൾ മുടക്കി തറവാട് കണ്ണന്റെ പേരിൽ വാങ്ങിച്ചു കൊടുത്തത്. തറവാടെ കണ്ണന്റെ പേരിലുള്ളൂ, ബാക്കി സ്വത്തുക്കളൊക്കെ അവളുടെ പേരില, കാർത്തൂന്റെ പേരിൽ. ഒന്ന് ആലോചിച്ചു നോക്ക്. അനാഥയായിട്ട് ജനിച്ചു, കണ്ണെന്ന് പറയുന്ന ഒരുത്തന്റെ തണലിൽ വളർന്നു. അതിനുശേഷം എന്തുകൊണ്ട് യോഗ്യനായ അരുണിനെ കല്യാണം കഴിച്ചു. എന്നിട്ടും അവൾക്ക് തൃപ്തിയായില്ല. ഒന്നേന്ന് തുടങ്ങി ഇപ്പൊ കോടികളുടെ സ്വത്തിനുടമയായി. നാളെ മുത്തശ്ശനും മുക്കാൽ സ്വത്തും അവൾക്ക് കൊടുക്കുമെന്നാ പറഞ്ഞത്. മാളൂന് കരള് കൊടുത്ത് സഹായിച്ചതിന്റെ പാരിതോഷികം. ചുരുക്കം പറഞ്ഞാ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അച്ഛൻ എന്തെങ്കിലും തന്നാലായി. അല്ല, അച്ഛന്റെ പേരിൽ അതിനൊന്നും ഇല്ലല്ലോ. അച്ഛനുള്ളതും കൂടെ അമ്മയുടെ പേരിലാക്കിയല്ലോ. ഞാൻ അങ്കിളിനെ വിളിച്ചിരുന്നു. തറവാട്ടിലൊക്കെ പോയിട്ട് കുറെ ദിവസമായി. അങ്കിളിന്റെ ചേച്ചിക്ക് നല്ല സുഖമില്ല. അടുത്താരും ഇല്ലാത്തതുകൊണ്ട് കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കണമെന്നാ പറഞ്ഞത്. എന്തായാലും അതല്ല കാര്യം. വീടിനകത്തെ പുകച്ചല് അങ്കിളിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കാർത്തു എന്ന് പറയുന്നവള് മരിക്കാതെ രക്ഷയില്ല അനന്തുവേട്ടാ. ആ, അതെനിക്കും അറിയാലോ. 2.5 കോടി രൂപയ്ക്ക് വീടും വസ്തുവും വാങ്ങി കണ്ണനും കാർത്തൂനും കൊടുത്തുവെന്ന് അപ്പച്ചി പറഞ്ഞപ്പോ മുതല് എന്റെ രക്തം തിളച്ചോണ്ടിരിക്കുക, നിന്നേക്കാൾ കൂടുതൽ. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ. അതിനെ സപ്പോർട്ട് ചെയ്യാനേ കഴിഞ്ഞുള്ളൂ ഇതുവരെ. അങ്ങനെ തന്നെ പോയാ മതി നമുക്ക്. എല്ലാവരുടെയും വിശ്വാസം പിടിച്ചു പറ്റിക്കൊണ്ട് സമനില തെറ്റിയ പെണ്ണ് അവളുടെയും സമനില തെറ്റിക്കുന്നു, കാർത്തുവിന്റെ. പിന്നീട് അവളെ മരണത്തിലേക്ക് തള്ളിവിടുന്നു. അതെത്രയും പെട്ടെന്ന് സംഭവിച്ചേ പറ്റൂ. ഇറങ്ങിയോ മഞ്ജു? ഏട്ടത്തിയെ കാണണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു, അപ്പോഴേക്കും ഇങ്ങനെ എത്തിയല്ലോ. വീട്ടിനകത്തിരുന്ന് മടുത്തു പറഞ്ഞു. എന്നാ പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാന്ന് കരുതി. മോള് അരുണിനെയും കൂട്ടി അങ്ങോട്ട് വരണമെന്നും പറഞ്ഞിരിക്കായിരുന്നു. ഇപ്പൊ പഴയ പോലെ വയലന്റ് ആവുന്നില്ല, അതാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. മോളെ, എന്നെ മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. നിനക്ക് സുഖാണോടി? അമ്മ വിഷമിക്കൊന്നും വേണ്ട. പിന്നെ ചില സമയത്ത് എന്നെ മുത്ത അതിപ്പോ കാർത്തു ഉണ്ടാക്കുന്ന ഒരു അച്ചാറോ ചമ്മന്തിയോ ആയാ പോലും ആഹാരം കഴിക്കാലോ. പിന്നെ എന്റെ കൈപ്പുണ്യോ പവിത്രക്ക് കിട്ടിയിരിക്കുന്നത്, അത് തന്നെയാ കാർത്തോനും കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാലേ എല്ലാത്തിന്റെയും തുടക്കം ഞാനാ. അങ്ങനെ നീ പറയരുത്. എല്ലാത്തിനും തുടക്കം നിങ്ങളുടെ അമ്മയാ. അവരുണ്ടല്ലോ ഒരൊന്നൊന്നര പാചകക്കാരിയായിരുന്നു. അവരിന്നാ ഈ മക്കൾക്കൊക്കെ ആ കൈപുണ്യം പകർന്നു കിട്ടിയത്. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നന്നായിട്ട് കാർത്തു കറികളൊക്കെ ഉണ്ടാക്കും. അതൊക്കെ പവിത്രയും കണ്ണനും പോലും സമ്മതിച്ചിട്ടുണ്ട്. ആർക്കും ഇല്ലാത്ത ചില കഴിവുകളൊക്കെ ദൈവം എന്റെ കാർത്തുവിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടെന്താ, കാർത്തു എവിടെ കയറി ചെന്നാലും അവിടെയുള്ളവർക്കെല്ലാം കാർത്തുവിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്റെ ചോറ് തിന്നിട്ട് എനിക്കെതിരെയോ? വിവാഹം കഴിഞ്ഞ ഒരു കുടുംബത്തിൽ കയറി ചെല്ലുന്ന പെൺകുട്ടികളെ എങ്ങനെ വേണോ ആ ഗുണങ്ങളെല്ലാം കാർത്തുവിനുണ്ട്. ഉള്ളത് പറയാലോ, ഈ സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാ അമ്മയുടെ മൂത്ത മരുമോള്. മഞ്ജു എടുത്തേക്ക് സ്വബോധം ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞാ ഇവിടെ വഴക്ക് നടന്നേനെ. അത് നേരെ. അങ്ങനെ എന്നെ കൊച്ചാക്കിയ സ്ഥിതിക്ക് അവളുടെ വയറ് കേടാവട്ടെ. അരുൺ സാറ് വരുമ്പോ പ്രശ്നമൊന്നും ഉണ്ടാവൂല്ലോ. അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളെ രണ്ടാളെ ഇങ്ങോട്ട് കയറ്റരുതെന്നാ അരുണും കണ്ണനും പറഞ്ഞിരിക്കുന്നത്. കേട്ടോടി പപ്പിനി, നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, എന്നിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്.
കണ്ണനും അരുണും ഒക്കെ എന്തെങ്കിലും കാര്യമില്ലാതെ അങ്ങനൊന്നും പറയില്ല. കറികളൊക്കെ അടുപ്പത്തിരിക്കുക, ഞാനൊന്ന് നോക്കട്ടെ. മോളെ ഞാനും കൂടെ വരുന്നു. മോര് കുടിച്ചോണ്ടാണോന്ന് അറിയില്ല, വയറ്റിനകത്ത് ഒരു ഉരുണ്ട് കയറ്റം. വാവോ, ഉറക്കം വരുന്നു വാവയ്ക്ക്. ഓ ഓ വാവോ. എന്താ എടുത്തി പിണങ്ങി നിക്കുന്നേ? കുഞ്ഞിന് ഇച്ചിരി പാല് കൊടുക്കാൻ പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കായിരുന്നു? കൊടുക്ക എടുത്തി. ഏട്ടത്തി ഒന്ന് ക്ഷമിക്ക. എന്താ മോള് പറയുന്നത്? ബാവയ്ക്ക് പാല് കൊടുക്കണമെന്ന്. അയ്യോ, അവിടെ എനിക്ക് ഇത് തന്നെയായിരുന്നു ജോലി. ഇടയ്ക്കിടയ്ക്ക് കുപ്പിയിൽ പാല് കൊണ്ട് കൊടുക്കണം. എന്നിട്ട് എന്തൊക്കെ കോപ്രായങ്ങളാ കാണിക്കാന്നറിയോ? എന്താ നോക്കുന്നേ? പത്മിനി ചേച്ചിയാ? നീ പത്മിനിയല്ല, പൂതനയാ, പൂതന. ഇപ്പോഴെന്നെ ഇതുപോലത്തെ ഒരുപാട് പേരുകളൊക്കെ വിളിക്കാറുണ്ട്. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ വന്ന പൂതനയാ അവള്. മോളുറങ്ങിക്കോട്ടോ ബാവോ, ബാവോ ഉറങ്ങിക്കോട്ടോ. ബാവോ, മോളെ ആരും ഒന്നും ചെയ്യില്ല, അമ്മയുണ്ട് കൂടെ. ബാവോ. ഈ മുടി ഒന്ന് കോതി ഒതുക്കാൻ 1-2 തവണ ഞാൻ ശ്രമിച്ചതാ, എന്നിട്ട് ആരും സമ്മതിച്ചില്ല. നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ടോ മോളെ? വേണ്ട, മുടി കൊഴിച്ചിലൊന്നും ഇല്ല കാർത്തൂന്. എനിക്കിത് കണ്ടിട്ട് വിഷമം തോന്നി, അതുകൊണ്ട് ഞാനൊന്ന് തലോടാനായിട്ട് ചെന്നതാ. അങ്ങനെ തലോടൊന്നും വേണ്ട. എന്തായാലും ഞാൻ ഇന്ന് മോളുടെ മുടി ചീകി ഒതുക്കിട്ടേ ഇവിടുന്ന് പോന്നുള്ളൂ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? മോള് മോളുടെ ജോലി എന്താന്ന് വെച്ചാ ചെയ്യേ. മോളുറങ്ങിക്കോട്ടോ. നിനക്ക് കാർത്തൂന്റെ മുടി ചീകി ഒതുക്കണമെന്ന് എന്താ എത്ര നിർബന്ധം? ചേടാ, അതൊരു തെറ്റാണോ ആനന്ദ് സാറിന്റെ അമ്മേ? ഞാൻ നന്നായി മോളുടെ മുടി കോതി ഒതുക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാച്ചിയ എണ്ണ തലയിൽ തേച്ചു പിടിപ്പിക്കുന്നുണ്ട്, അല്ലേ മോളെ? അതെ, അമ്മ ആഴ്ചയിൽ ഒരു ദിവസം അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെന്താ കുഴപ്പം? എന്തിനാ എല്ലാരും കൂടെ കിടന്നിങ്ങനെ കാലപ്പില്ലാന്ന് സംസാരിക്കുന്നേ? കുഞ്ഞിനെ ഉറക്കിക്കൊണ്ടിരിക്കുക. സൂക്ഷിച്ചെടി ദൈവമേ. നീ ഒന്നിറങ്ങി ഇറങ്ങ്. എന്താ നിനക്കിപ്പോ എങ്ങനെയുണ്ടീ? എനിക്കിപ്പോ വലിയ കുഴപ്പമില്ല. എന്തായാലും ഒന്ന് പെട്ടെന്ന് വീട്ടിലോട്ട് വിടും. എനിക്ക് തീരെ വൈകി. ഇവിടെ അടുത്തെവിടെയെങ്കിലും പെട്രോൾ പമ്പ് ഉണ്ടോ നോക്കണം. അവിടെ ആവുമ്പോ ബാത്റൂം ഒക്കെ കാണുമല്ലോ. എന്നാലും ഒരു കൊലച്ചതിയായി പോയി ചെയ്തത്. നമ്മൾ സംശയിക്കുന്ന അടി പാപ്പിനി ശരി. നമ്മൾ അവിടെ ചെല്ലുന്നത് എന്തോ പ്രശ്നം ഉണ്ടാക്കാനാണെന്ന് ആ കൃഷി ഓഫീസർക്ക് അറിയാം. അതുകൊണ്ട് അയാൾ അമ്മയെ കാർത്തൂരാൻ ചട്ടം കെട്ടിയിട്ടുണ്ട്. നമ്മളെ ശരിക്കൊന്ന് കുടഞ്ഞ വിടാവൂന്ന്. അതായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞു ചിരിക്കുന്നുണ്ടാവും. ഇതിപ്പോ അങ്ങോട്ട് കാർത്തൂന്റെ തലമുടി എടുക്കാനൊന്നും പോണ്ട. അവളെ എപ്പോഴെങ്കിലും ദയവായിട്ട് മുന്നിൽ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ആ നേരത്ത് ഡോക്ടർ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാം. ഓ, നീ കേറ്, എനിക്ക് വയ്യ. വിളിക്കുന്നടി ആ ഡോക്ടർ. അയ്യോ, ഇനിയിപ്പൊ എന്തു പറയും? ഓ, എന്തു പറയാനാ, എന്തായാലും എടുക്കാം. ഹലോ, എന്തായി സുശീല, മുടി കിട്ടിയോ? മുടി കിട്ടിയില്ല, പക്ഷെ അതിലും വലിയൊരു പണി കിട്ടി സാറേ. എന്താടോ, തന്നെ ആരെങ്കിലും തല്ലുവോ മറ്റോ ചെയ്തോ? ഓ, തല്ലിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ സാറേ. ഇവിടെ അതൊന്നുമല്ല. അവിടെ ചെന്നപ്പോ ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ട താരം ഓരോ ഗ്ലാസ് മോര് തന്നു, എനിക്കും പപ്പിനിക്കും. അത് കുടിച്ചതേ ഓർമ്മയുള്ളൂ സാറേ. പിന്നെ ഒരു വെപ്രാളമായിരുന്നു, മരണവെപ്രാളം. താൻ എന്തൊക്കെയായി പറയുന്നേ? നമ്മുടെ വയറ് ക്ലീൻ ആക്കാനായിട്ട് ചില സമയം ചില ഗുളികകളൊക്കെ കഴിക്കില്ലേ,
ഇവിടെ അതുപോലെ എന്തോ കലർത്തിയിട്ടാ മോര് തന്നത്. പിന്നെ വല്ല വിധേനയും മതിലകത്ത് വീട്ടിലെത്തി. ഒരു 10-15 തവണ ബാത്റൂമിലൊക്കെ പോയിട്ട് ഇപ്പൊ വീട്ടിലേക്കുള്ള യാത്രയില്ല. പക്ഷെ വീട് പിടിക്കുന്നതിന് മുമ്പ് ഒരു 2-3 ബാത്റൂം കൂടി കണ്ടുപിടിക്കേണ്ട അവസ്ഥയാ സാറേ. ചുരുക്കി പറഞ്ഞ പോയ കാര്യം നടന്നില്ല. ഓ, ഇനിയിപ്പൊ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോകാനില്ല സാറേ. ആ, എന്നാ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും മാർഗം നോക്കിക്കോളാം. എടി, അയാൾ മറ്റെന്തെങ്കിലും മാർഗം നോക്കിക്കോളാന്ന് കാർത്തൂന്റെ തലമുടി എടുക്കാൻ. അയ്യോ, അയാൾ തന്ന പൈസ അങ്ങനെ തിരിച്ചു പോയിക്കോ? ഓ പിന്നെ, അങ്ങനെ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുന്ന ഏർപ്പാടൊന്നും എനിക്കില്ല. പിന്നെ കിട്ടിയതിന്റെ പാതി നിനക്കും തന്നല്ലോ. ഞാൻ നോക്കി സുശീലേട്ടാ, അവളിനി മഞ്ജുവിനെ കാണാനെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് വരുമല്ലോ. ആ സമയത്ത് ഞാൻ അവളുടെ വയറ് കേടാക്കിയിരിക്കും. അങ്ങനെ ചെയ്ത് അവളുടെ കെട്ടിയതിന്റെ തലമണ്ട കെട്ടിയിരിക്കും. നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അവർക്കൊക്കെ എന്തു ആവുമല്ലോ. കണ്ണനും പവിത്രക്കും ഒക്കെ ഇതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചെന്നറിയാം. അവരൊക്കെ മനസ്സ് ചിരിച്ചോണ്ട് പുറമെ ഗൗരവം കാണിക്കുമായിരിക്കും. അത് നേരെ. ആ സമയത്തെ നിങ്ങൾ മോര് ചോദിക്കണ്ടായിരുന്നു. ഓ, എടി വെയിലത്ത് തൊണ്ട വരണ്ടിട്ടല്ലേ അങ്ങോട്ട് കയറി ചെന്നത്. അപ്പൊ പിന്നെ വെള്ളം കുടിക്കാൻ ചോദിക്കത്തില്ലേ? മോരിനകത്ത് സോപ്പൊടി ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഞാൻ അപ്പൊ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ എന്ത് കിട്ടിയാലും കുടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കില്ല. കാർത്തു ഇത്തരം തരികട പരിപാടികളൊന്നും ഇല്ലാത്തൊരു പെണ്ണായിരുന്നു. ഇപ്പൊ അവളും മാറിപ്പോയി. അവള് തന്നെയാണോ ഇത് ചെയ്തതെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂലടി. അരുണിന്റെ അമ്മയ്ക്ക് ഡോക്ടർ ജീവൻ അവിടെ ചെല്ലുന്നത് ഒട്ടും ഇഷ്ടമല്ലല്ലോ. അതുപോലെ തന്നെ നമ്മളും. ചിലപ്പോ അവരായിരിക്കും ഇത് ചെയ്തത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ വട്ടുപിടിച്ച ആ പെണ്ണ് സോപ്പ് പൊടിയിട്ട് കലക്കുമെന്ന് പറയാനും പറ്റൂല. ഓ, ഏതായാലും വണ്ടി എടുക്ക്. വീട്ടിലോട്ടല്ല, പെട്രോൾ പമ്പിലോട്ട്. അതെ അതെ, എടുക്ക്. അടുത്തിനി ഇപ്പൊ എവിടെയാണോ പമ്പുള്ളത്? കേറ് കേറ്. ഓ ദൈവമേ, ഇത് പമ്പ് എത്തൂല. വണ്ടി പോകുന്ന തോന്നുന്നു. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ദേവനന്ദ പലതും പറഞ്ഞു കാണുമല്ലോ, നീ എന്റെ അനിയനാണെന്ന് അറിഞ്ഞ ശേഷം. അതുകൊണ്ടാണ് ഇപ്പൊ വിളിയൊന്നും ഇല്ലാത്തത്. ഏട്ടാ, അത് എന്നോ നടന്നൊരു കഥയാണ്. അതൊക്കെ കഴിഞ്ഞു പോയിട്ട് അരുൺ സാറിന്റെ അപ്പച്ചി ഇപ്പൊ കുടുംബമായിട്ട് താമസിക്കുക. ഏട്ടനും ഒരു കുടുംബമുണ്ട്. പിന്നെ എന്തിനാ എല്ലാവരുടെ നെഞ്ചിൽ ഇങ്ങനെ തീ കോരിയിടാനായിട്ട് ഏട്ടനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്?